ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മച്ചൂസ് പ്ലാനറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഒരു 2 മുയലിനെ എനിക്ക് പുറത്തൊരു ഷെഡുണ്ട്, വീടിൻ്റെ പുറത്തൊരു ഷെഡുണ്ട്. ഇതേപോലെ കട്ടയൊക്കെ വെച്ചിട്ടുള്ള ഷെഡാണ്. അപ്പം അതിൽ ഒരു സൈഡിൽ കോഴിയെയും ഒരു സൈഡിൽ ആടിനെയാണ് വളർത്തുന്നത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് 2 മുയലിനെയും കൂടെ വാങ്ങിച്ചപ്പം ഈ ആടിനെ വളർത്തുന്നിടത്ത് തന്നെ ഒരു ജസ്റ്റ് ഇങ്ങനെ ബ്ലോക്ക് കട്ട വെച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ഒന്ന് വളർത്തി നോക്കാമെന്ന് വിചാരിച്ച്. ഇത് കുറച്ചുകൂടെ സേഫാണ്, പട്ടിയും അങ്ങനെയൊന്നും കയറത്തില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ ഞാൻ തീറ്റ കൊടുക്കാൻ വന്ന് നോക്കിയപ്പം അതിനകത്ത് ഒരു മുയലേ ഉള്ളൂ. ഒരാണും ഒരു പെണ്ണുമാണ്. ആൺമുയൽ മാത്രമേ ഉള്ളൂ, പെൺമുയലിനെ കാണുന്നില്ല. അപ്പം എനിക്ക് ടെൻഷനായി. ഇനിയും ഇത് തുറന്നിട്ടൊന്നും അങ്ങനെ ഞങ്ങൾ തുറന്നിട്ടൊന്നും പോകാറില്ല. പിന്നെ ഇതെങ്ങനെ പുറത്തിറങ്ങിയെന്നും അറിയത്തില്ല. അങ്ങനെ ഭയങ്കര ടെൻഷനായി. ഞങ്ങൾ വീടിന് ചുറ്റും നോക്കി, എന്നിട്ടൊന്നും ആളെ കണ്ടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് നഷ്ടപ്പെടുന്നത് ഒരു വിഷമമാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഒരു കുറേ മണ്ണിങ്ങനെ തുറന്ന് ഇട്ടേക്കുന്നതായിട്ട് കണ്ടത്. അപ്പം ഞാൻ നേരത്തെയും കണ്ടായിരുന്നു മണ്ണിങ്ങനെ കൂട്ടിനകത്ത് തന്നെ തുറന്ന് വരുന്നത്. കാരണം ഇത് കോൺക്രീറ്റ് ഒന്നും അല്ലല്ലോ, സാധാരണ മണ്ണായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ജസ്റ്റ് നല്ല തണുപ്പൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ മണ്ണിങ്ങനെ തുറന്നിട്ടേക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇനിയും ഇതെന്തെങ്കിലും ഇനി മണ്ണിൻ്റെ അടി വല്ലതും പെട്ടുപോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കട്ടയെല്ലാം മാറ്റി ഒന്ന് വൃത്തിയാക്കിയെടുത്ത് നോക്കിയപ്പോഴാണ് ആദ്യം ഒരു ചെറിയ ഹോള് പോലെ കണ്ടുള്ളൂ കേട്ടോ. പക്ഷെ അതിനകത്ത് ഒരു മുയലിന് കയറി ഇരിക്കാനുള്ള സ്ഥലം പോലും ഇല്ല. സാധാരണ നമ്മളെ എലിയൊക്കെ തുറക്കുന്ന കണക്കുള്ള ഒരു ഹോളേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ കട്ടയെല്ലാം മാറ്റി എല്ലാം ഒന്ന് വൃത്തിയാക്കി നോക്കിയപ്പോഴാണ് അത് അകത്തോട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാനും പറ്റത്തില്ല. കാരണം മുയൽ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഈ കുഴി മാന്തി എടുത്ത് കഴിയുമ്പോഴത്തേന് മണ്ണെല്ലാം കൂടി ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ശ്വാസം മുട്ടി ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ഒരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നു. ഇനി ആൾ വന്ന് പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും ആൾ ഇറങ്ങി വരുന്നതേ ഇല്ല. ആ 2 മണിക്കൂറും അതിനകത്ത് തന്നെ ആണെന്നുള്ളൊരിതാണ്. അത് ഇറങ്ങി വരുന്നതേ ഇല്ല. ഇനിയിപ്പോൾ ഇത് പ്രസവിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയ മുയലാണ് കേട്ടോ, ഇത് പ്രസവിക്കാനുള്ള പ്രായമായിട്ടില്ല. സപ്പോസ് ഇനിയും അങ്ങനെ വല്ലതും ആണോ, ചിലപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാമേ എന്താണെന്ന്. ഞാൻ ഇപ്പം ആദ്യമേ പറയുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഇതൊന്ന് ക്ലീനാക്കി ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ആളിറങ്ങി വരുന്നില്ല. കുറേ നോക്കി, ഞാൻ അനക്കി നോക്കി, സൗണ്ട് ഉണ്ടാക്കി നോക്കി. ഒരു 2 മണിക്കൂർ സൈലൻ്റായിട്ട് ഒരു സൗണ്ടും ഉണ്ടാക്കാൻ ഞങ്ങളെല്ലാം അങ്ങ് മാറിയിരുന്നു. എന്നിട്ടും ഒരു രക്ഷയില്ല, ആളിറങ്ങി വരുന്നതേ ഇല്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വൃത്തിയായിട്ട് പിന്നെയും ഞാൻ കൂന്താലിയൊക്കെ എടുത്ത് ഇത്രയും പൊട്ടിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിട്ടും ആളിറങ്ങി വരുന്നില്ലെന്ന് കണ്ടോ. ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ടോ വെളുത്തിരിക്കുന്നത്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആളതിനകത്ത് ഉണ്ടെന്ന് തന്നെ കൺഫേം ആയി. അപ്പോൾ ഇനി കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടോ, പ്രസവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാവേ. എന്തായാലും ആളിറങ്ങി വരുന്ന യാതൊരു ലക്ഷണവും ഇല്ല. അപ്പം ഞാൻ റിസ്ക് എടുത്തിട്ട് തന്നെ കൂന്താലി വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുത്ത് എടുക്കാനേ നിവൃത്തിയുള്ളൂ. നമുക്ക് വേറെ വഴിയില്ല, റിസ്ക് എടുക്കുവാണ്. തനിയെ ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ആൾ ഇറങ്ങി വരുന്നില്ല. പക്ഷേ ഇതൊരു മുയലിൽ കയറാൻ പോലും ഉള്ള ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്രയ്ക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ചെറിയ ഹോളാണ് കണ്ടോ. ഇവിടുന്ന് ഇത്രയും ദൂരം അത് കുഴിച്ചെന്ന് പറയുമ്പോൾ ഇത് എത്ര ദിവസത്തെ പണിയായിരിക്കും എന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പം ഈ മുയലെ, എലി എന്നൊക്കെ പറയുന്ന ഏകദേശം ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ജീവികളാണ്. അപ്പോൾ അവരുടെ ഒരു ജന്മവാസനയാണ് ഇങ്ങനെ തുരക്കുക എന്നുള്ളത്. അറിയാമല്ലോ, നമ്മുടെ കാട്ടിലൊക്കെ ഇവർ ജീവിക്കുന്നതും കാട്ടുമുയലുകളൊക്കെ ജീവിക്കുന്നതും ഇതുപോലെ മാളങ്ങളുണ്ടാക്കിയാണ് മണ്ണിൽ. അപ്പം ഈ മുയലുകളെന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ് ഇത്. പക്ഷേ എന്നാലും അവരുടെ ഉള്ളിൽ ആ ഒരു വാസനയുണ്ട്. അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തിരിച്ചവർ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥായിയായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ തന്നെ പോകും എന്നുള്ള, ആ ഒരു ജീവിതശൈലി തന്നെ പോകും എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണിത്. അപ്പോൾ ഞാൻ ഒരുപാടടുത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ തറ മണ്ണായിട്ടുള്ളിടത്തൊക്കെ ആൾക്കാർ ഷെഡ് ഉണ്ടാക്കി മുയലിനെ വളർത്തുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഇവർ തുറന്ന് വെക്കും. കുഞ്ഞുങ്ങളൊക്കെ ഫുൾ അതിനുള്ളിലായിരിക്കും. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറച്ച് പേടിച്ച് ടെൻഷനായെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. ഞങ്ങളെന്തുമായാലും പതുക്കെ ഇതൊന്ന് കിളച്ച് ഞാൻ എടുക്കുകയാണ്. വീഡിയോയും ശരിക്കും എടുക്കാൻ പറ്റിയില്ല, ടെൻഷനായതുകൊണ്ട്. ആളിതിൽ ഉള്ളിലുണ്ടെന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ശരി ഒരു വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. എന്തായാലും ആളെ കിട്ടി. കണ്ടോ, മണ്ണകത്തോട്ട് വീഴും. നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല, ഒരു നിവൃത്തിയില്ല. പിന്നെ ശ്വാസം മുട്ടലൊന്നും അങ്ങനെ വരത്തില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവരിങ്ങനെ മാളത്തിലൊക്കെ ജീവിക്കുന്ന ജീവികളാണല്ലോ, അപ്പോൾ അവർക്ക് കുറച്ച് ബ്രെത്ത് കൺട്രോളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഞാൻ എന്തായാലും വൃത്തിയായിട്ട് ആളെ ഇങ്ങോട്ടൊന്ന് അതേ
ഞങ്ങളെ ഒത്തിരി ടെൻഷൻ എടുപ്പിച്ചു. കണ്ടോ അത്രയും വലിയ ഒരു ടണൽ ആളുണ്ടാക്കിയത് ഇവിടെ. എന്നിട്ട് ഇപ്പോൾ ആളൊന്നും അറിയാത്ത പോലെ വെളിയിലിറങ്ങി വന്നേക്കുന്നു, നമ്മളെ ഇത്രയും ടെൻഷനാക്കിയിട്ട്. കണ്ടോ, ആളൊന്നും അറിഞ്ഞിട്ടില്ല നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഇത്രയും. കണ്ടോ ഇത്രയും വലിയ, ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഇത്രയും വലിയൊരു ഹോള് കണ്ടോ, ഇത്രയും വലിയൊരു ടണൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആൾ പ്രഗ്നൻറ്റും അല്ല, കുഞ്ഞുങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതെനിക്ക് അറിയാമായിരുന്നു നേരത്തെ. എന്നാലും വീട്ടിലൊക്കെ എല്ലാവരും പറഞ്ഞ് ചിലപ്പോൾ അതിനകത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങളുണ്ടായിരിക്കുകയെന്ന്. കാരണം അതിനുള്ള പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളല്ല ഈ 2 പേര്. അപ്പോൾ അതെനിക്ക് കൺഫേം ആയിരുന്നു. എന്നാലും പിന്നീട് ഞങ്ങളിതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇനി തുറക്കാത്ത രീതിയിലൊക്കെ കൂട് വീണ്ടും സെറ്റ് ചെയ്ത് 2 പേരെയും തിരിച്ച് അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ റിപ്ലൈ ഇടാവേ. പിന്നെ മുയലിനെയൊക്കെ വളർത്തുന്നവർക്ക് ഇതുപോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ, ഷെഡിലൊക്കെ വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര സേഫ് ആയിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു കൂട്ടി വളർത്തുന്നതിനേക്കാളും ഈ പട്ടിയിൽ നിന്നും ഒക്കെ ഒരുപാട് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്നവർക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു നാച്ചുറലായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ് മണ്ണിൽ തന്നെ അവരെ വളർത്തുക എന്നുള്ളത്. പിന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ, കറക്റ്റായിട്ട് ദിവസവും നമ്മൾ അവരുടെ കാഷ്ടവും മൂത്രമൊക്കെ ക്ലീൻ ചെയ്യണം. ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ഫുഡ് വേസ്റ്റൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കളയണം. അങ്ങനെയൊക്കെ ചെയ്യണം. അത് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.